അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരെന്താ? അബ്ദുള്ള ബിൻ ഉസ്മാൻ ബിൻ ആമിർ അത്തൈമി. ഇത് എപ്പോഴും പഠിച്ചു വെക്കുക, നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അബൂബക്കർ എന്ന് പറഞ്ഞാൽ ചില അധിക മുസ്ലിം ഇപ്പൊ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾക്ക് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് അറിയില്ല. എന്നാല് ഫുട്ബോൾ കളിക്കാർ ഇപ്പൊ റൊണാൾഡോന്റെ പേര് അല്ലെങ്കിൽ മെസ്സിന്റെ പേര് ഫുൾ നെയിം എന്താണ്, അല്ലെങ്കിൽ ജെയ്സിന്റെ പേര് നമ്പർ എത്ര ആണ്, അല്ലെങ്കിൽ ഓരോ കളിക്കാരിൽ 10-ാം നമ്പർ ആര്, 7-ാം നമ്പർ ആര്, ക്രിക്കറ്റിൽ എത്ര ആള്, ഒക്കെ കറക്റ്റ് ആളുകൾക്ക് അറിയാം. അന്ന് നമ്മളെ കുട്ടികൾക്ക് സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ സിനിമാ നടന്മാരുടെയും എല്ലാ കാര്യങ്ങളും അവർക്ക് എന്താണ് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ആരാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫ, അദ്ദേഹത്തിന്റെ പേരെന്താണ്, എത്ര കാലം ഭരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. കാരണം ജനങ്ങൾ എന്ത് ചെയ്തു, ദീനിനെ ഒരു സൈഡാക്കി മാറ്റി. കുട്ടികൾ എന്താണ് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കാൻ വിടും. ആദ്യം മദ്രസയിൽ കുറച്ച് ആൾക്കാരാണ് വിടുക. അത് പഠിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ 9-ാം ക്ലാസ് 10ാം ക്ലാസ് SLC എത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ് അവിടെ എന്തായി, മദ്രസ നിർത്തലാക്കി. പിന്നെ വിടോ ഇല്ല. കുട്ടികൾ നിസ്കരിക്കുന്നുണ്ടോ ഒന്നോ, കുട്ടികൾ എന്ത് ഹറാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും ഒരു കുഴപ്പമില്ല. സുഫിയാൻ തൗരി റഹിമഹുല്ലാനെ സ്വന്തം ഉമ്മാണ് എന്താക്കിയത്, ത്വലബുൽ ഇൽമിന് അയച്ചത്. അതുപോലെ തന്നെ ഇമാം ഷാഫിഈനെ ഇവരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വിടാണ്, ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട്. ഇന്നെന്താ ചെയ്യാ, ഇന്ന് ജനങ്ങള് നേരെ തിരിച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്താണ്, കുട്ടി ജനിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്ന അറിയോ, ഒരു സംഭവം ഉണ്ടായത്, കുട്ടി ഒരു മുട്ടിൽ എഴയുന്ന സമയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയോ, കുറച്ച് കളിപ്പാട്ടങ്ങൾ മുന്നിൽ വെക്കും. താക്കോലുണ്ടാവും, അതുപോലെ കാറുണ്ടാവും, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടീനെ കൊണ്ട് ഒരു സാധനം എടുപ്പിക്കും. എന്നിട്ട് പറയും, കാർ എടുത്താൽ പറയും അവന് എഞ്ചിനീയർ ആവും, ഇന്ന സാധനം എടുത്ത് അവനെ ഇന്നതാക്കണം. അതായത് കുട്ടി ജനിച്ചാൽ തന്നെ അവരുടെ ലക്ഷ്യം ഇതാണ്, എന്ത് ചെയ്യണം, ഇത്ര വലിയ ജോലി ചെയ്തിട്ട് ഗൾഫ് പോയിട്ട് വലിയ വീടുണ്ടാക്കണം. എന്നിട്ട് എന്താക്കണം, ചിലപ്പോ ആ ഒരു വീട്ടിൽ കഴിയാനുള്ള തോഫീക്ക് പോലും കുട്ടിക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അള്ളാഹു ചിലപ്പോൾ എന്താവും അതിന് മുന്നേ മരിപ്പിക്കും. പക്ഷെ ലക്ഷ്യം ഇതാണ്. എന്ത്, അത് ഷെയ്ഖ് പറയുന്നത്. ഇമാം സുഫിയാൻ തൗരി റഹിമഹുല്ലാനെ ഉമ്മ എന്താക്കാണ്, ത്വലബുൽ ഇൽമിന് വിടാണ്. ഇന്ന് എന്താ ചെയ്യണത്, പണ്ട് ഈ നമ്മുടെ മാതാപിതാക്കള് സൗദിയിലേക്ക് പണിയെടുക്ക്, ഒമാനിലേക്ക് പോയിട്ട് പണിയെടുക്ക്, അതാണ് പറയുന്നത്. മറിച്ച് എന്താക്കുന്നില്ല, ദീൻ പഠിക്കാനും അതുപോലെ അത് പഠിപ്പിക്കാനും എന്താക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ദുനിയാവിന്റെ പഠനം ഹറാമാണെന്നല്ല, പക്ഷെ ദീന്റെ പഠനേ ഇല്ല. ഷെയ്ഖ് പറയും, തൊട്ടടുത്ത പള്ളിയിൽ ചിലപ്പോൾ സിഫത്ത് സലാത്ത് റസൂലിന്റെ നിസ്കാരം പഠിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ അവനത് പഠിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവന് മെഡിക്കലിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ ചൈനയിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ MBA എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, ലണ്ടനിൽ എത്തിയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം.